Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് CSSD എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am. ഓക്കെ, ക്വസ്റ്റ്യൻസ് തന്നായിരുന്നല്ലോ അല്ലേ? തന്നിരുന്നു. ഓക്കെ, നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ആംബുലൻസ് സർവീസസ്. ഓക്കെ, നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ 28 ആയിരിക്കും. ഇതിൽ 24 എന്നാണ് കിടക്കുന്നത്. നമ്പർ നോക്കണ്ട കേട്ടോ. ആ ഒരു ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കിയാൽ മതി, ആംബുലൻസ് സർവീസസ്. നമ്മൾ ആംബുലൻസ് ഒക്കെ കണ്ടിട്ടില്ലേ എല്ലാവരും? ആംബുലൻസ് കാണാത്തവരുണ്ടോ? ആംബുലൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ ആംബുലൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലുള്ള ആംബുലൻസുമായി ബന്ധപ്പെട്ട ആ ഒരു സേവനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് ആംബുലൻസ് ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആംബുലൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ആംബുലൻസ് ഉപയോഗിക്കുന്നത്? ട്രാൻസ്പോർട്ട് പേഷ്യൻസ് അല്ലെ? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആംബുലൻസ് ഇതൊരു മെഡിക്കലി എക്വിപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അല്ലെ? അപ്പൊ ആ ഒരു ആംബുലൻസ് എന്താണ്, അതുപോലെ തന്നെ ആംബുലൻസിന്റെ ഉള്ളിൽ ഏതൊക്കെ ടൈപ്പുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാഹനം അല്ലെ? ഒരു മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. പേഷ്യൻസിനെ എന്ത് ചെയ്യാനാണ്? ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട്. എവിടെ നിന്നാവാം? എന്തെങ്കിലും ഒരു ഇൻസിഡൻസോ ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോ പേഷ്യൻസ് എന്ത് ചെയ്യുക? ടൈപ്പ് ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഒത്തിരി ടൈപ്പ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് അവർക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാകുന്ന കേന്ദ്രങ്ങളിലേക്ക്, അത് ഹോസ്പിറ്റൽ ആവാം, മറ്റേതെങ്കിലും ഒരു കെയർ സെന്റർ ആവാം, അവിടേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വാഹനം ാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കാം. An ambulance is a medically arranged vehicle which transport patients to treatment facilities such as hospitals. ആംബുലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വാഹനമാണ് അല്ലെ? വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ പോലെയുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അവരോട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അത് ചോദിക്കാറുണ്ട്, എന്താണ് ആംബുലൻസ്? അല്ലെങ്കിൽ ഡാഷ് ഈസ് എ മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ വിച്ച് ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ പോലെയുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം, കൊണ്ടുപോകണം അല്ലെ? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ കെയർ ഇസ് ഗിവൺ ടു ദ പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട്. അപ്പൊ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ വെച്ചാണ് നമ്മൾ അവർക്കുള്ള മെഡിക്കൽ കെയറുകളൊക്കെ കൊടുക്കുന്നത് എങ്കിൽ പോലും അവരെ ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആംബുലൻസിനുള്ളിൽ വെച്ചിട്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും നമുക്ക് മെഡിക്കൽ കെയർ, അതായത് ഔട്ട് ഓഫ് ഹോസ്പിറ്റലിന് പുറത്തും മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പെട്ടെന്ന് എന്താണ്, ഇപ്പൊ വെന്റിലേറ്ററിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ICUലൊക്കെ ഉള്ള പേഷ്യൻസിനെയൊക്കെ നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ്, അവർ ആ ICUവിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്തൊക്കെ അവർ അതിൻ്റെതായ മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? ആ ഒരു ICUവിനുള്ളില്. അത് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവരുടെ എന്തെങ്കിലും റെഫറൻസ് വഴി അവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതേ സെയിം മെഡിക്കൽ കെയർ നമുക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? അല്ലെന്നുണ്ടെങ്കിലോ ICUവിലൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ആ ഒരു വെന്റിലേറ്ററിന്റെ ആ ഫെസിലിറ്റി മാറ്റി വെച്ചിട്ട് അവരെ ഈ ഒരു ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വെന്റിലേറ്റർ വെക്കാന്ന് പറഞ്ഞാൽ സാധ്യമാണോ? അല്ല അല്ലെ? അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഹോസ്പിറ്റലിന് പുറത്തും അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് അവർക്ക് എന്ത് കൊടുക്കണം? മെഡിക്കൽ കെയറുകൾ കൊടുക്കണം.
അതിനും ഈ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന ആ ഒരു സഹായം സേവനം ലഭ്യമാക്കുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിന് പുറത്തും എന്ത് കൊടുക്കേണ്ടി വരും, ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും മെഡിക്കൽ കെയറുകള്, വൈദ്യപരിചരണങ്ങള് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനും ഈ ഒരു ആംബുലൻസ് ഉപയോഗിച്ചിട്ട് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ടൈപ്സ് ഓഫ് ആംബുലൻസിൽ നമ്മൾ അതൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ആംബുലൻസസ് ആർ യൂസ്ഡ് ടു റിയാക്ട് ടു മെഡിക്കൽ എമർജൻസീസ് ബൈ എമർജൻസി മെഡിക്കൽ സർവീസസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, എമർജൻസി മെഡിക്കൽ സർവീസസ് അല്ലെങ്കിൽ EMS. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം, EMSന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്നുള്ളത്, എമർജൻസി മെഡിക്കൽ സർവീസസ്. അപ്പൊ എമർജൻസി മെഡിക്കൽ സർവീസസ്, എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ അർജന്റ് ആയിട്ട് മെഡിക്കൽ സേവനങ്ങൾ നൽകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ യൂസ്ഡ് ടു ആംബുലൻസ് ഈസ് യൂസ്ഡ് ടു റിയാക്ട്. എന്താണ്, അങ്ങനെ പെട്ടെന്ന് അർജന്റ് ആയിട്ട് മെഡിക്കൽ സേവനങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ കെയറുകൾ വേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ അവിടെ അതിന് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്, അവിടെ ആംബുലൻസ് പോലെയുള്ളവ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പെട്ടെന്ന് അവർക്കൊരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്നു, അവർക്ക് പെട്ടെന്ന് അവർക്കൊരു എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ അർജന്റ് ആയിട്ട് അവർക്ക് പരിചരണം ആവശ്യമാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ അതിനുവേണ്ടി ഉടനടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് എന്താ, ആംബുലൻസ് വിളിക്കുക എന്നുള്ളതാണ് അല്ലെ. ആംബുലൻസ് വഴി അവർ ആ പേഷ്യൻസിനെ നമ്മൾ ആ ഒരു കെയർ സെന്ററിലേക്ക് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. Okay, they can swiftly transport paramedics and other first responders to the scene, carry equipment for administering emergency care, and transport patients to hospital or other definitive area. They can swiftly എന്ന് പറഞ്ഞാൽ വേഗത്തില് അല്ലെ, വേഗത്തില്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ആരാ, പാരാമെഡിക്സ് കേട്ടിട്ടുണ്ടോ? പാരാമെഡിക്സ് പഠിച്ചിട്ടുണ്ടോ നമ്മൾ വേറെ ചാപ്റ്ററില്? പാരാമെഡിക്സ് എന്താ? പാരാമെഡിക്സ് ആരാണ്? ഇവരെന്തിനെ സഹായിക്കുന്നേ? പാരാമെഡിക്സ് എന്തിനു സഹായിക്കുന്നവരാണ്? പറഞ്ഞു നോക്കിയേ. സപ്പോർട്ടീവ് സ്റ്റാഫ് ആണ് അല്ലെ, അതായത് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെൽത്ത് മെഡിക്കൽ ഫീൽഡിലുള്ള എന്താണ്, ഡോക്ടേഴ്സോ നേഴ്സസോ അല്ല, മറ്റ് മെഡിക്കൽ ഫീൽഡിലെ മറ്റാളുകളാണ്. ഡോക്ടേഴ്സും നേഴ്സും അല്ലാത്ത കൂടാതെയുള്ള മറ്റു മെഡിക്കൽ ഫീൽഡിലുള്ള മറ്റ് ആളുകളാണ് അല്ലെ ഈ പാരാമെഡിക്സിൽ വരുന്നത്. അതായത് അവര് അസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ ഇവിടെ പാരാമെഡിക്സും അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള അതായത് ആ ഒരു പേഴ്സൺ, ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന പേഴ്സൺ ആ ഒരു സീൻ അല്ലെങ്കിൽ ഏതാണോ ആ ഒരു ആക്സിഡന്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഒരു സന്ദർഭത്തിലേക്ക് ആദ്യം എത്തി അവർക്ക് സഹായം കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. എ പേഴ്സൺ who is trained to provide immediate assistance. ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അവർക്ക് ഉടനടി അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സഹായം ആ പേഷ്യൻസിന് ലഭിക്കണം അല്ലെ. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഉടനടി ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പാരാമെഡിക്സ് എന്താണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇപ്പൊ നോട്ട്സ് തരാത്തത് കേട്ടോ. ജസ്റ്റ് അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ആ ഒരു ക്രൂവ് പഠിക്കാനുണ്ട്, ഇതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള. അപ്പൊ അതിൽ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൽ ആരൊക്കെ വരാം? ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉടനടി എത്തപ്പെടുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? ആരാ ഏറ്റവും ഫസ്റ്റ് എത്തുന്ന ആരായിരിക്കും? എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കാര്യങ്ങൾ നടന്നോ ആദ്യം എത്തുന്നവരായിരിക്കും ആ ഭാഗത്തെ ആ സ്ഥലത്തേക്ക്? ആംബുലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആരാണ്? ഡോക്ടേഴ്സ് ആണോ? ഫസ്റ്റ് എത്തുന്നത് ആരായിരിക്കും? ഒരു ആക്സിഡന്റ് നടന്നു നമ്മൾ ആദ്യം ആരെ വിളിക്കാം? ആരെ വിളിക്കാം?
ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസിനെയല്ലേ വിളിക്കുക അല്ലെ, പോലീസില്ലേ. അപ്പൊ അവരുടെ ആ ഒരു ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൽ ആര് ഉൾപ്പെടുന്നുണ്ട്? പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ഈ ഒരു സംഭവം നടന്നു എന്ന് നമ്മൾ പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യല്ലേ ചെയ്യുന്നത്. അതുമായി കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ ആദ്യം പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആംബുലൻസ് വരും അല്ലെ. ആംബുലൻസ് വന്ന് ഈ ഒരു പേഷ്യന്റിനെ തിരിച്ച് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് എന്ത് കൊടുക്കണം? ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലെ. ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ, CPR അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകളോ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആണ് അതിനുള്ള അവരുടെയൊക്കെ എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അവർ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ അവരുടെ ജീവന് ആപത്തൊന്നും ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിൽ പോലീസേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ എമർജൻസി ഉള്ള കേസുകളിൽ, വളരെ അർജന്റ് ആയിട്ടുള്ള കേസുകളിൽ മെഡിക്കൽ ടെക്നീഷ്യൻസ്, അതായത് അവരുടെ വൈദ്യസഹായം പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ടെക്നീഷ്യൻസ്, അതിൽ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ ഒരു ഇതിൽ വരുന്നതാണ് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ പാരാമെഡിക്സും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെന്തിനു വേണ്ടിയിട്ടാ? സ്വിഫ്റ്റ്ലി ട്രാൻസ്പോർട്ട് പാരാമെഡിക്സ് ആൻഡ് അതർ എന്താണ് അതർ ഫസ്റ്റ് റെസ്പോണ്ട് ടു ദ സീൻ. ആ ഒരു സീൻ എന്താണ്? ആ ഒരു സന്ദർഭം എവിടെയാണോ ആ ഒരു ആക്സിഡന്റോ പോലെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത്, അവിടേക്ക് ഉടനെ തന്നെ ആരെ എത്തിക്കണം? ഈ പാരാമെഡിക്സിനെയും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സിനെയും എത്തിക്കണം. അതിനെ സഹായിക്കുന്നത് ആരാണ്? വേഗത്തിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടേക്ക് എത്തിക്കാനായിട്ട് ഈ ആംബുലൻസുകൾ സഹായിക്കുന്നുണ്ട്. Carry equipment for administering emergency care and transport patients to hospital or other definitive area. അതുപോലെ തന്നെ ഈ പേഷ്യൻസിന് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ എമർജൻസി കെയർ, വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം നൽകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ടും ആംബുലൻസ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ടു ട്രാൻസ്പോർട്ട് ദ പേഷ്യൻസ് ടു ഹോസ്പിറ്റൽ ഓർ അതർ ഡെഫിനിറ്റീവ് ഏരിയ. അതുപോലെ തന്നെ അതിനുശേഷം എന്താ ചെയ്യുക? അവർക്ക് ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു? ആ ഏത് സ്ഥലത്തേക്ക്, ഹോസ്പിറ്റലിലോട്ടാവാം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കിട്ടുന്ന ആ ഒരു ഡെഫിനിറ്റീവ് കെയർ, അത് ഏതാണോ ആ ഒരു പ്രത്യേക ഏരിയ അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള ആ ഒരു കെയർ കിട്ടുന്ന ഏരിയ ഏതാണോ, അല്ലെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്കാവും, അത് എവിടെ ആയിക്കോട്ടെ അവിടേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ആംബുലൻസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ എന്താ നമ്മൾ പറഞ്ഞത്? ആംബുലൻസ് എന്ന് പറയുന്നത് മെഡിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാ? ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ടു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്. ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഹോസ്പിറ്റൽ പോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ആംബുലൻസിലെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ പുറമെ, ഔട്ട് ഓഫ് ഹോസ്പിറ്റലിന് പുറമെ അവർക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് മെഡിക്കൽ കെയറുകൾ നമുക്ക് ആംബുലൻസിന്റെ ഒപ്പം തന്നെ, ആംബുലൻസിനുള്ളിൽ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന? എമർജൻസി മെഡിക്കൽ സർവീസസിന് കീഴിൽ വരുന്ന ഒരു സർവീസ് ആണ് ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. അതിനെന്താണ്? എമർജൻസി ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് വരുന്ന സമയത്ത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു ആംബുലൻസ് ആണ് വിളിക്കുന്നത്. ആ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഒരു ആംബുലൻസ് സേവനമായിരിക്കും അല്ലെ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അവിടെ ആ ഒരു ആംബുലൻസ് വഴി ആരെയൊക്കെ പെട്ടെന്ന് വേഗത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും? ആ ഒരു സിറ്റുവേഷൻ നടന്ന സ്ഥലത്തേക്ക് പാരാമെഡിക്സിനെയും അതുപോലെ തന്നെ ഫസ്റ്റ് റെസ്പോണ്ടൻസിലേക്ക്, ആ ഒരു സീനിലേക്ക് പെട്ടെന്ന് വേഗത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് എമർജൻസി കെയറുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സേവനങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രങ്ങളിലേക്കോ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ആംബുലൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? Okay, next one ആണ് the term ambulance comes from the Latin word ambulare. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം കേട്ടോ. ആംബുലൻസിന്റെ ഏതിൽ നിന്നാണ്, ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ മീനിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. the term ambulance comes from the Latin word ambulare. ambulare എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന്, ambulare എന്നും പ്രൊനൗൺസ് ചെയ്യാം, ambulare എന്നും പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. ambulare എന്ന് പ്രൊനൗൺസ് ചെയ്യാം, ambulare എന്നും പറയാം.
ഓക്കെ, ആംബുലെയർ എന്ന് പറയുന്ന ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ് എന്ന് പറയുന്ന ടേം വന്നിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ആംബുലെയർ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്? ടു വാക്ക് ഓർ മൂവ് അബൌട്ട്, നീങ്ങുക അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ നീങ്ങുക എന്നുള്ള മീനിങ് ആണ്. വിച്ച് ഈസ് റെഫറൻസ് ടു ഏർലി മെഡിക്കൽ കെയർ വെയർ പേഷ്യൻസ് വെയർ ക്യാരിഡ് ബൈ ലിഫ്റ്റിംഗ് ഓർ വീലിംഗ്. അത് ആദ്യകാല വൈദ്യപരിചരണങ്ങൾക്കായിട്ട് ആളുകളെ, പേഷ്യൻസിനെ എങ്ങനെയാ കൊണ്ടുവന്നിരുന്നത്? ഉയർത്തി അല്ലെ, അവരെ ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊക്കി പിടിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഇതിലിരുത്തിയോ കസേരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയറിലൊക്കെ ഇരുത്തി ഇങ്ങനെ ആളുകൾ പൊക്കി പിടിച്ചല്ലേ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ആ ഒരു ആദ്യകാല ആ ഒരു മെഡിക്കൽ പരിചരണത്തിന് പേഷ്യൻസിനെ കൊണ്ടുവരുന്നിരുന്ന ആ ഒരു രീതി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ ആ ഒരു ആംബുലറി എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ് ടു വാക്ക് ഓർ മൂവ് അബൌട്ട് എന്ന് ആക്കിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർഡിന്റെ ആ ഒരു മീനിങ് വരുന്ന രീതിയിലാണ് ആ ഒരു ആംബുലൻസിന്റെ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്, ടു വാക്ക് ഓർ മൂവ് അബൌട്ട്. അതിൽ ആ ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ്, ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നതെന്ന് ചോദിക്കും. അതുപോലെ തന്നെ അതിന്റെ മീനിങ്ങും ചോദിക്കാറുണ്ട് കേട്ടോ. നടക്കുക അല്ലെങ്കിൽ നീങ്ങുക, ടു വാക്ക് ഓർ move about. Okay, then there are so many types of ambulance. ഇനി ആംബുലൻസിന്റെ ടൈപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ആ പേരുകളിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണ് ഡൗട്ട്സ് വരാനായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് പല ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരു ആദ്യത്തെ നമ്മൾ 3 ടൈപ്പ് പഠിച്ചതിന് വ്യത്യാസമായിട്ടാണ് അടുത്ത ടൈപ്പ് വരുന്നത്. അപ്പൊ അത് ഓരോന്നിന്റെയും ആ ഒരു എന്താണ് അതിന്റെ ആ ഒരു ഏരിയ അനുസരിച്ച്, ഫങ്ഷണൽ ഏരിയ അനുസരിച്ച്, അതുപോലെ അതിന്റെ ആ ഒരു സഞ്ചാര പാത അനുസരിച്ച്, അങ്ങനെ ഒത്തിരി ലെവൽ ഓഫ് കെയർ അനുസരിച്ചൊക്കെ ആംബുലൻസിൽ പല രീതിയിലുള്ള ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് ആ ഒരു ഹെഡിങ്ങിൽ തന്നെ, ആ ഒരു ടേമിൽ നിന്ന് തന്നെ എന്താണെന്നുള്ളത് കണക്ട് ചെയ്ത് ഇതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം കേട്ടോ. Then there are so many types of ambulance. ആദ്യമായിട്ട് നമ്മൾ 3 ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അതിന്റെ ആ ഒരു സഞ്ചാരപാത, അപ്പൊ അത് റോഡിലൂടെയാണോ സഞ്ചരിക്കുന്നത്, വാട്ടറിലൂടെയാണോ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ എയറിലൂടെയാണോ സഞ്ചരിക്കുന്നത്? ഇതിന്റെ 3ന്റെയും ബേസിസിലാണ് 3 ആംബുലൻസിന്റെ ടൈപ്പായിട്ട് 3 ടൈപ്പായിട്ട് ആംബുലൻസ് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റോഡ് ഗോയിങ് ആംബുലൻസ്. റോഡ് ഗോയിങ് ആംബുലൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ഏതിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്? റോഡിലൂടെയുള്ളത് അല്ലെ. റോഡിലൂടെ സഞ്ചരിക്കുന്ന ആംബുലൻസ് ആണ് റോഡ് ഗോയിങ് ആംബുലൻസ്. അപ്പൊ അതിനുള്ളിൽ ഏതൊക്കെ വരും? ആ ഒരു സാൻസ് എന്നുള്ള വേർഡ് വേണ്ട കേട്ടോ അവിടെ. മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾസ്, ബസ്സസ് പോലുള്ളവയൊക്കെ റോഡ് ഗോയിങ് ആംബുലൻസുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റോഡ് ഗോയിങ് അല്ലെങ്കിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആംബുലൻസ്. അപ്പൊ അതെങ്ങനെയാണെന്ന് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. മോട്ടോർ സൈക്കിൾ, ബൈസൈക്കിൾ, ബസ്സസ് എക്സെട്ര കംസ് അണ്ടർ വിച്ച് ടൈപ്പ് ഓഫ് ആംബുലൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിനുള്ളിലാണ് ഇവ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഏതാണ്? റോഡ് ഗോയിങ് ആംബുലൻസിലാണ്. പേരിൽ നിന്ന് തന്നെ പഠിച്ചൂടെ, റോഡിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള വാഹനങ്ങളാണ് ഈ റോഡ് ഗോയിങ് ആംബുലൻസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എയർ ഗോയിങ് ആംബുലൻസ്. എയർ ഗോയിങ് ആംബുലൻസ് വരുമ്പോ എന്താ? വായുവിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെ. അതിൽ വരുന്നത് ഏതൊക്കെയാ? ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ് പോലെയുള്ളവ വായുവിലൂടെ സഞ്ചരിക്കുന്ന ആംബുലൻസ് ആണ്. അതാണ് എയർ ഗോയിങ് ആംബുലൻസ്. അപ്പൊ അതിന്റെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ്. ഹെലികോപ്റ്റേഴ്സ്, എയർക്രാഫ്റ്റ് പോലെയുള്ളവ ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നു? എയർ ഗോയിങ് ആംബുലൻസ് ടൈപ്പ് ആണ് വരുന്നത്. തേർഡ് വൺ ആണ് വാട്ടർ ഗോയിങ് ആംബുലൻസ്. വാട്ടർ ഗോയിങ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെ. ഏതൊക്കെയാ വരുന്നത്? ബോട്ട് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ, ഷിപ്പുകൾ വരുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ എന്തിനാണ്? പല ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. ഇതിന്റെ ആ ഒരു സഞ്ചാരപാത, ഒരു ട്രാൻസ്പോർട്ടേഷന്റെ ബേസിസിൽ അത് വാട്ടറിലൂടെയാണോ, എയറിലൂടെയാണോ, അല്ലെങ്കിൽ റോഡിലൂടെയാണോ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മൂന്നെണ്ണം ആ ഒരു പേരുകൾ മാത്രം ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിനുള്ളിൽ വരുന്ന എക്സാമ്പിളുകൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് പറയാനില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷണൽ ടൈപ്പ്. ഓക്കെ, ഫങ്ഷണൽ ടൈപ്പില് ഒരു 7 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളവയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഫങ്ഷണൽ ടൈപ്സ് ഓഫ് ആംബുലൻസ്. ഫങ്ഷണൽ ടൈപ്പില് അതിന്റെ ഓരോ ആംബുലൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. 7 എണ്ണം പഠിക്കാനുണ്ട്, 7 ടൈപ്പ് പഠിക്കാനുണ്ട്. ആ 7 ടൈപ്പിനും 7 ഫങ്ഷൻസ് ആണുള്ളത്. ഓരോന്നിനും ഓരോ അതിൻ്റെതായ പർട്ടിക്കുലർ ഫങ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസ് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ പറയാലോ എന്തിനു വേണ്ടിയിട്ടാണ് എമർജൻസി ആംബുലൻസ് പറയുമ്പോൾ, ഏത് പർപ്പസിന് വേണ്ടിയിട്ടാ, എങ്ങനെയുള്ള കേസസിന് വേണ്ടിയിട്ടായിരിക്കും എമർജൻസി ആംബുലൻസ്?
നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആംബുലൻസ്, അതെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അർജന്റ് എമർജൻസി കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കിയേ, ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ്, ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. അപ്പൊ ഇതിൽ നിന്ന് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. വിച്ച് ഗീവ്സ് കെയർ ടു പേഷ്യൻസ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി, ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ അല്ലെങ്കിൽ എന്താണ് അസുഖങ്ങളോ ബാധിച്ച ആളുകളെ, പേഷ്യൻസിനെ എവിടേക്ക് കൊണ്ടുപോകാനാണ്? ഹോസ്പിറ്റൽ പോലെയുള്ള സേവനങ്ങളിലേക്ക്, ഫെസിലിറ്റി ഉള്ള സെന്ററുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന, ഏറ്റവും സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ദീസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ്. ഇതെന്തൊക്കെയാവാം? റോഡ് ഗോയിങ് ആയിട്ടുള്ള വാൻസ് ആവാം, ബോട്ട് ആവാം. ബോട്ട് ആവുമ്പോ ഏതിലാ വരുന്നത്? ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിലാ വരുന്നത്? ബോട്ട് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിലാ വരുന്നത്? ഏത് ടൈപ്പ്? വെരി ഗുഡ്, വാട്ടർ ഗോയിങ് അല്ലെ, വാട്ടർ ഗോയിങ് ആംബുലൻസിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹെലികോപ്റ്റേഴ്സ് ആൻഡ് ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ്. ഹെലികോപ്റ്റേഴ്സും ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റുകളൊക്കെ ഇതിൽ വരുന്ന എയർ ആംബുലൻസസിൽ വരുന്നതാണ് അല്ലെ, എയർ ആംബുലൻസിൽ വരുന്നതാണ്. ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോൾഫ് കാർട്സ്, അല്ലെങ്കിൽ കൺവേർട്ടഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഗോൾഫ് കാർട്സ്. ഗോൾഫ് കാർട്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റേഡിയം, അതുപോലെ അങ്ങനെയുള്ള ഗ്രൗണ്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആംബുലൻസ് ടൈപ്പാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. ഇതൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പൊ അത് എന്താ വെച്ചാൽ നിങ്ങൾ നെറ്റിലേക്ക് അടിച്ചു നോക്കിയാൽ അതിന്റെ പിക്ചർ കാണാൻ പറ്റും. അതിപ്പോ എന്താണ് 4 ചക്രമുള്ള ഒരു വാഹനമാണ്. അപ്പൊ നമ്മുടെ ഓട്ടോ അല്ല, ഒരു കാറും അല്ലാത്തൊരു മോഡല്. കുറച്ച് നീളം ഉണ്ടായിരിക്കും, അധികം വീതി ഉണ്ടായിരിക്കില്ല, കുറച്ച് നീളത്തിലുള്ള ലോങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ മുകളിൽ മാത്രം എന്താണ് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടാവും. സൈഡൊക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയായിരിക്കും. 2 ആൾക്കാർക്ക് അതിൽ ഇരിക്കാൻ പറ്റും. ഇനി അതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ട് നീളത്തിലുണ്ടാവും. അതിലേക്ക് നമുക്ക് സ്ട്രക്ചറിൽ ഇപ്പൊ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഇപ്പൊ ഗോൾഫ് സെന്ററിലോ അല്ലെങ്കിൽ സ്റ്റേഡിയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ട്രക്ചറിൽ കയറ്റി ഈ ഒരു വാഹനത്തിലേക്ക് വെച്ച് അവരെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഗോൾഫ് കാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു നോക്കി അതിന്റെ പിക്ചർ ഒക്കെ കാണാൻ പറ്റും കേട്ടോ, ഗോൾഫ് കാർട്സ്. ഓക്കെ, അപ്പൊ അത് കൂടുതലും നമ്മുടെ പുറം രാജ്യങ്ങളിലെ അങ്ങനത്തെയുള്ള പിക്ചേഴ്സ് ആണ് കൂടുതലും കാണുന്നത് കേട്ടോ. അപ്പൊ ഗോൾഫ് കാർട്സ്, ഓക്കെ, അങ്ങനെയുള്ള ഗോൾഫ് കാർട്സ് ആവാം. അല്ലെങ്കിലോ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സോ ബോട്ടുകളോ വാനുകളോ പോലെയുള്ള എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ വരുന്നതാണ് എമർജൻസി ആംബുലൻസുകളിൽ വരുന്നതാണ്. എമർജൻസി ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓരോ എയർക്രാഫ്റ്റുകൾ പോലെയുള്ളത്, വാട്ടർ, എയർ, റോഡ് ഒക്കെ എന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എയറിലൂടെ കൊണ്ടുപോകുന്നതാവാം, അല്ലെങ്കിൽ എന്താണ് വാട്ടറിലൂടെ കൊണ്ടുപോകുന്നതാവാം, അല്ലെങ്കിൽ റോഡിലൂടെ കൊണ്ടുപോകുന്നതാവാം. അപ്പൊ അതിലും എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നവയുണ്ട്. അങ്ങനെ ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് എമർജൻസി ആംബുലൻസിൽ ഏതൊക്കെ വരാമെന്നാ പറയുന്നത്? വാനുകൾ പോലെയുള്ള റോഡ് ഗോയിങ് ആയിട്ടുള്ളവ വരാം, ബോട്ടുകൾ വരാം, വാട്ടർ ഗോയിങ് ആയിട്ടുള്ള ബോട്ടുകൾ വരാം, ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ പോലെയുള്ള എയർ ആംബുലൻസുകൾ, ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ്, മോഡിഫൈഡ് ആയിട്ടുള്ള മറ്റ് വാഹനങ്ങൾ, അതാണ് ഗോൾഫ് കാർട്ട് എന്ന് പറയുന്നത്. ഗോൾഫ് കാർട്ട്സ് ഉണ്ടാവാം. അങ്ങനെയുള്ളവയൊക്കെ എമർജൻസി ആംബുലൻസിൽ വരുന്നവയാണ്. ഇവിടെ പെട്ടെന്ന്, അതായത് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ അർജന്റ് ആയിട്ട് ക്രിട്ടിക്കൽ കെയറോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സോ ഇഞ്ചുറിയോ ഉള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആംബുലൻസ് ടൈപ്പാണ് എമർജൻസി ആംബുലൻസ്. ക്ലിയർ ആയോ എമർജൻസി ആംബുലൻസ്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. സെക്കൻഡ് വൺ ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ആ പേരിൽ നിന്ന് തന്നെ പഠിച്ചൂടെ? അവിടെ എന്താ ചെയ്യുന്നത്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. എ വെഹിക്കിൾ വിച്ച് ഹാസ് ദ ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ് ടു, from, or between location of medical treatment such as hospital or dialysis center for non-urgent care. These can be vans,
buses or other vehicles. So patient transport ambulance എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു വാഹനത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. എവിടേക്കാണ്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റർ പോലെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ കിട്ടുന്ന ഇടങ്ങളിലേക്കും, അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ എവിടെയാണോ അവർ താമസിക്കുന്നവിടെ നിന്നും അവരുടെ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റു ഡയാലിസിസ് സെന്ററിലേക്കോ കൊണ്ടുവരാനും തിരിച്ച് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അവരെന്ത് ചെയ്യണം? അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കാനും വേണ്ടിയിട്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ഒരു ആംബുലൻസ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഇനി ഇവിടെയുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് ഫോർ നോൺ അർജന്റ് കെയർ ആയിരിക്കും. ഉടനടി കെയർ കൊടുക്കണമെങ്കിൽ അർജന്റ് ആയിട്ട് അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ആരോഗ്യ പരിചരണം കിട്ടേണ്ടതായിട്ടുള്ള പേഷ്യൻസ് എല്ലാം നമ്മൾ ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. ഇപ്പൊ ഡയാലിസിസ് പോലെയുള്ളതൊക്കെ എന്താണ്? അവരുടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അവരെ കൊണ്ടുവരുന്നത്, അല്ലെ? അല്ലാതെ ഉടനടിയിൽ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി കെയറുകൾ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെ എല്ലാം പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് അവർക്ക് അവരുടേതായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോ മറ്റു ഡയാലിസിസ് സെന്ററിലോട്ടൊക്കെ പേഷ്യൻസിനെ കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടി അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്നതായിട്ടുള്ള ആംബുലൻസ് ആണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഇവിടെ ഒരു നോൺ അർജന്റ് കെയർ ആണ്. ഉടനടി അവർക്ക് ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ കെയർ കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുള്ള പേഷ്യൻസിനെ എല്ലാം നമ്മൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുന്ന ഏതിലാണ്? എമർജൻസി ആംബുലൻസിലാണ്. അല്ലാത്ത കേസിലുള്ളവരെയാണ് നമ്മൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അതിൽ വാൻസ് ഉൾപ്പെടാം, ബസ്സസ് ഉൾപ്പെടാം, മറ്റ് വെഹിക്കിൾസും ഉൾപ്പെടാം. കിട്ടിയോ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചൂടെ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് തേർഡ് വൺ ആണ് ആംബുലൻസ് ബസ്. ആംബുലൻസ് ബസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ബസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കുറച്ച് വലുതാണ്, അല്ലെ? അപ്പൊ വലുതാവുമ്പോ എന്താ ഇത് നമ്മളൊരു ബസ്സും ഒരു കാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സൈസ് വലുതാണ്. അതോടൊപ്പം തന്നെ അതിലെ ആളുകളെ ഉൾപ്പെടുത്തുന്നതിന്റെ എണ്ണം എങ്ങനെയായിരിക്കും? ബസ്സില് കാറിന്റെ അപേക്ഷ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെ? ബസ്സിൽ ഒത്തിരി പേരെ നമുക്ക് ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റില്ലേ? അതുപോലെ തന്നെ ആംബുലൻസ് ബസ് എന്ന് പറയുമ്പോഴും അതേ സെയിം റീസൺ തന്നെയാണ്. ഇതാണ് ഒരു വലിയ ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. എ ഹ്യൂജ് ആംബുലൻസ്, ഒരു വലിയ ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചാസിസ്. ബസ് ചാസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആ ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ചട്ടക്കൂട്, ആ ഒരു മെഷീൻ അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന്റെ ചട്ടക്കൂട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബേസ്ഡ് അപ്പോൺ എ ബസ്. ബസിന്റെ ഒരു മാതൃകയിലായിരിക്കും നമ്മൾ അത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബേസ് ഫ്രെയിം, ഈ കാറിന്റെ ഒരു ബേസ് ഫ്രെയിം ആണെങ്കിൽ കൂടി ഒരു വലിയ രീതിയിലുള്ള ഒരു ബസ് പോലെയാണ് നമുക്കത് തോന്നുന്നത്. ഓക്കെ, ആ ഒരു ബസിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. That can move out and transport a great number of patients. ഒത്തിരി പേഷ്യൻസിനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി പേര് ആ ആക്സിഡന്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒത്തിരി പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരുമിച്ച്, അതായത് ഒരാളെ വന്ന് ഒരു ആംബുലൻസിൽ ഒരു ആളെ വന്ന് കൊണ്ടുപോയി അടുത്ത ആംബുലൻസ് വന്ന് അടുത്ത ആളെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി വരുമ്പോൾ ഒത്തിരി സമയം എടുക്കൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഈ ഒരു ആംബുലൻസ് ബസിന്റെ സഹായമാണ് ലഭ്യമാക്കുന്നത്. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് 10ഓ 20ഓ പേരെ ഒരുമിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ആംബുലൻസ് ബസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തി ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. അതിനുവേണ്ടി ഒത്തിരി നമ്പർ ഓഫ് പേഷ്യൻസിനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു വലിയ ആംബുലൻസ് ആണ് ആംബുലൻസ് ബസ് എന്ന് പറയുന്നത്. കിട്ടിയോ? പേരിൽ നിന്ന് തന്നെ പഠിച്ചൂടെ? ബസ് ആകുമ്പോൾ കുറച്ച് വലുതാണ്, അപ്പൊ അതിനനുസരിച്ച് ഒന്ന് ചിന്തിച്ച് ചെയ്യാൻ മതി. ഓക്കെ, ക്ലിയർ ആയോ? ആംബുലൻസ് ബസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. എന്താണ് ചാരിറ്റി? എന്താ ചാരിറ്റി എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താ? ചാരിറ്റി, ചാരിറ്റി എന്താ? എന്താ നമ്മൾ ചാരിറ്റി ചെയ്യാന്ന് പറയുന്നത്?
ഒരു സേവനം അല്ലെ, ഒരു സഹായം അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനം ഒക്കെ പറയാം അല്ലെ, സഹായം സേവനം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെയും ചാരിറ്റി ആംബുലൻസ് എന്തിനായിരിക്കും? അവിടെയുള്ള ആളുകൾക്ക് പേഷ്യൻസിന് ഒരു സഹായം ലഭ്യമാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക, അവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അപ്പൊ അതിൽ ചാരിറ്റി എന്നുള്ള ഒരു പേസിൽ തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ചാരിറ്റി ആംബുലൻസ് പറഞ്ഞു കഴിഞ്ഞാല് a particular mode of patient transport ambulance, ഒരു പ്രത്യേക തരം പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. is given by a charity for the purpose of taking sick children or adults on outings or vacations away from hospitals, hospices or care homes where they are in long term care. ഇവിടെ എന്താണ് ഒരു ലോങ് ടേം കെയർ? അതായത് ഇപ്പോ അസുഖബാധിതരായിട്ടുള്ള കുട്ടികളാവാം, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് അല്ലെ, രോഗബാധിതരായിട്ടുള്ള കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒത്തിരി നാള് ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ഹോസ്പൈസ് എന്ന് പറഞ്ഞാൽ പുനരധിവാസ സേവനങ്ങൾ അല്ലെ കേന്ദ്രങ്ങളിലോ മറ്റ് കെയർ ഹോമുകളിലോ ഒക്കെ താമസിച്ചുകൊണ്ട് ഒത്തിരി നാളായിട്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ട്രീറ്റ്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു എൻവയോൺമെന്റ് മാത്രമേ അവർ കാണുന്നുള്ളൂ അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു എൻജോയ്മെന്റിനും അവരുടെ ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും അവർക്ക് കുറച്ചും കൂടി സന്തോഷം പകരാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചാരിറ്റിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ചാരിറ്റി ആംബുലൻസിലൂടെ അവരെ ഔട്ടിങ്ങുകൾ പോലെയുള്ള കാര്യങ്ങൾക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ചാരിറ്റി ആംബുലൻസിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേക തരമായിട്ടുള്ള അവർക്ക് ആ ഒരു ആംബുലൻസിൽ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആംബുലൻസ് ആയിരിക്കണം അല്ലെ. എല്ലാ ടൂൾസും, മെഡിക്കൽ ടൂൾസും, എല്ലാ എക്യുപ്മെന്റ്സും, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും, അവരെ സ്ട്രെച്ചറിലുള്ളവരാണെങ്കിൽ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകാനും, വീൽ ചെയറിലുള്ളവരാണെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകാനൊക്കെ രീതിയിലുള്ള എല്ലാ സ്റ്റാഫുകളും, അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളും വേണം. അങ്ങനെ എല്ലാ ഓവറോൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം പരിചരണം, അത് കുറെ നാളായിട്ട് ആരോഗ്യ പരിചരണത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അതായത് കുട്ടികളുണ്ട്, അതിൽ മുതിർന്നവരുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് കുറെ നാളായിട്ട് അവരങ്ങനെ ആ ഒരു എൻവയോൺമെന്റിൽ തന്നെ നിലനിൽക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു മൈൻഡൊക്കെ വളരെയധികം ഇതായിപ്പോ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരെ ഒന്നുകൂടി കുറച്ചുകൂടി എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അവർ കുറച്ചുകൂടി സന്തോഷവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, നമ്മള് ഈ ഒരു ചാരിറ്റി ആംബുലൻസിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഔട്ടിങ്ങുകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ചാരിറ്റി ആംബുലൻസിൽ ചെയ്യുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ആംബുലൻസ്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡംസ് ജംബുലൻസ് പ്രൊജക്ട്. ദീസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. ഇവിടെ ചാരിറ്റി ആംബുലൻസിന് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് UK അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡമിലെ ജംബുലൻസ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അതായത് ഇത് കോമൺലി എന്താണ്, ഒരു ബസ് ആണെന്ന് പറഞ്ഞു. ചാരിറ്റി ആംബുലൻസ് എന്നത് ഒരു ബസ്സിന്റെ മാതൃകയിൽ തന്നെയുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ ഈ ജംബുലൻസ് പ്രൊജക്ട്, UK ഈ ജംബുലൻസ് പ്രൊജക്ട് എന്ന് പറയുന്നത്, ഈ ജംബുലൻസ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആണ്. ആ ഒരു ട്രസ്റ്റിന്റെ ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. UK ഒരു ചാരിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്, ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, ജംബുലൻസ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും അഡൾട്ട്സും മുതിർന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു ഹോളിഡേസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള പിൽഗ്രിം സെന്ററുകളിലേക്കോ മറ്റ് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, അവരെ ഈ ആംബുലൻസ് ബസ്സിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ടുപോകുന്നു. ആ ഒരു സേവനമാണ് UK-യിലെ ജംബുലൻസ് പ്രൊജക്റ്റിൽ വരുന്നത്. അപ്പൊ അതാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ബസ്സിന്റെ രൂപത്തിലുള്ളതാണ്. അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സ്, ടോയ്ലറ്റ് പോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള, അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളും അതിലുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബസ്സിന്റെ മാതൃകയിലുള്ള ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. അതിൽ എന്താണ്, ലോങ് ടേം ആയിട്ട് ഹോസ്പിറ്റലുകളിലോ മറ്റു കേന്ദ്രങ്ങളിലോ ചികിത്സ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഡിസേബിൾഡ് ആയിട്ടുള്ള മുതിർന്നവരോ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു ഔട്ടിംഗ് പോലെയുള്ളത്, അല്ലെങ്കിൽ ഔട്ടിംഗ് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പുറത്തേക്ക് അവരെ ഒന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ആംബുലൻസ് ആണ് ചാരിറ്റി ആംബുലൻസ്. കിട്ടിയോ? ചാരിറ്റി ആംബുലൻസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബാരിയാട്രിക് ആംബുലൻസ്.
Bariatric ambulance എന്താന്ന് നോക്കിയേ, a peculiar mode of patient transport ambulance designed for extremely overweight patients equipped with the proper tools to move and manage these patients. ഇവിടെ ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ആംബുലൻസ് ആണ്. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ്? ഫോർ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്, വളരെയധികം വെയിറ്റ് കൂടിയ അല്ലെങ്കിൽ വണ്ണം കൂടിയ പേഷ്യൻസിനെ, വളരെയധികം വെയിറ്റ് കൂടുതലായിരിക്കും അവർക്ക്, അങ്ങനെയുള്ള വളരെ അധികം വെയിറ്റ് കൂടിയ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരം ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. equipped with the proper tools to move and manage these patients. ഈ പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ഈ ഒരു ആംബുലൻസിനുള്ളിലേക്ക് കയറ്റുകയും അവരെ തിരിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് കുറച്ച് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള എല്ലാ ടൂൾസും equipped ആയിട്ടുള്ള, അതെല്ലാം സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഇത്രയും മാത്രം മനസ്സിലാക്കുക. അവരെന്താണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഓവർ വെയിറ്റ് ആയിട്ടുള്ള, വളരെയധികം ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളെ, വണ്ണം കൂടിയ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ, വളരെയധികം വെയിറ്റ് കൂടിയിട്ടുള്ള ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. ഈ ആംബുലൻസിൽ അവര് ആ വെയിറ്റ് കൂടിയ ആളുകളെ ആ ഉള്ളിലേക്ക് ആംബുലൻസിലേക്ക് കയറ്റാനും തിരിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും ടൂൾസും എക്യുപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആംബുലൻസ് ആയിരിക്കും ബാരിയാട്രിക് ആംബുലൻസ്. കിട്ടിയോ? ബാരിയാട്രിക് ആംബുലൻസ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, അതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാലോ. ഓർഗൻ അല്ലെ, ആ ഒരു ഓർഗൻസ് collect the bodies of individuals who have died suddenly from heart attacks, accidents and other emergencies and try to preserve the organs. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് പ്രവർത്തിക്കുന്നത്? കളക്ട് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇങ്ങനെയുള്ള ആളുകളുടെ ബോഡിയാണ് കളക്ട് ചെയ്യുന്നത്. who have died suddenly, പെട്ടെന്ന് മരണപ്പെട്ടവര്. എങ്ങനെയാണ്? ഹാർട്ട് അറ്റാക്സോ ആക്സിഡന്റ്സോ മറ്റെന്തെങ്കിലും എമർജൻസി കണ്ടീഷനിൽ വഴി എന്താണ് പെട്ടെന്ന് മരണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ബോഡീസ്, ആ ഓരോ ഇൻഡിവിജ്വലിന്റെയും ബോഡികൾ കളക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവരുടെ ഓരോ ഓർഗൻസും, പെട്ടെന്ന് മരിച്ചവരാകുമ്പോൾ അവർക്ക് എല്ലാ ഓർഗൻസ് ഒക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് എടുത്തൂടെ? അപ്പൊ അങ്ങനെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോഡീസ്, പെട്ടെന്ന് മരണപ്പെട്ടവരുടെ ബോഡി കളക്ട് ചെയ്തിട്ട് ആ ഓർഗൻസിനെ എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓർഗൻ കളക്ട് ചെയ്യണമെങ്കിൽ എന്താണ്? അവര് പെട്ടെന്ന് മരണപ്പെട്ട ഉടനെ തന്നെ നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് ഉടനടി തന്നെ, അത്രയും സമയം കളയാൻ പാടില്ല, ഉടനടി തന്നെ എന്ത് ചെയ്യണം? മരണപ്പെട്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ഓർഗൻസ് പ്രിസർവ് ചെയ്യാനായിട്ട് ശരിയായ രീതിയിൽ കിട്ടുള്ളൂ, അതിനെ ശരിയായ രീതിയിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവരെ എന്ത് ചെയ്യണം? ആ പെട്ടെന്ന് മരണപ്പെട്ട ആളുകളെ ഉടനെ തന്നെ ആ ഡെഡ് ബോഡീസ്, അവരുടെ ആ ഒരു ഡെഡ് ബോഡീസ് കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഓർഗൻസ്, അവരുടെ ബോഡിയിലുള്ള അവയവങ്ങളെ പ്രിസർവ് ചെയ്യാൻ, സൂക്ഷിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ്, ലാസ്റ്റ് 7th വൺ ആണ് സൈക്യാട്രിക് ആംബുലൻസ്. സൈക്യാട്രിക് ആംബുലൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസ് എന്നാണ് കേട്ടോ അവിടെ. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്, അല്ലെ? മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സ ആവശ്യമായിട്ട് വരുന്ന ആളുകളാണ് സൈക്യാട്രിക് പേഷ്യൻസ് എന്ന് പറയുന്നത്, അല്ലെ? അവരുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സകൾ അവർക്ക് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ, എമർജൻസി കണ്ടീഷനുകളിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്. അപ്പൊ പെട്ടെന്ന് സൈക്യാട്രിക് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന, അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയിൽ ഇരിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസീസ് വരികയാണെങ്കിൽ ആ പേഷ്യൻസിനെ ഉടനടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. ഓക്കെ, ക്ലിയർ ആയോ? സൈക്യാട്രിക് ആംബുലൻസ് കിട്ടിയോ? ഓക്കെ, ആ ഒരു 7th ഹെൽപ്പില് ഏതെങ്കിലും ക്ലിയർ ആകാത്തതുണ്ടോ നിങ്ങൾക്ക്?
എല്ലാം ക്ലിയർ ആയോ? ഒരു 7 എണ്ണം പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് റോഡ് ആംബുലൻസിൽ വരുന്ന ടൈപ്പുകളാണ്. ഓക്കെ, റോഡ് ആംബുലൻസ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പുകൾ മാത്രമേ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുറെ ഒത്തിരി വ്യത്യാസങ്ങളുള്ളതൊന്നും കൊടുത്തിട്ടില്ല, കുറച്ച്. അതിൽ നമുക്കൊരു 4 ടൈപ്പ് പഠിക്കാനുണ്ട് റോഡ് ആംബുലൻസിന്റെ ടൈപ്പുകൾ. ഓക്കെ, അവിടെ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, ആംബുലൻസ് വഴി നൽകുന്ന പരിചരണം അല്ലെങ്കിൽ കെയറിന്റെ ബേസിസിലാണ് അവിടെ ടൈപ്പ് 4 ടൈപ്പായിട്ട് റോഡ് ആംബുലൻസുകളെ തിരിച്ചിട്ടുള്ളത്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി 4 തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആ 4 എണ്ണം കൂടി നമുക്ക് ഈ ഒരു ടൈപ്പിന്റെ കീഴിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഒരു 4 ടൈപ്പ് നമുക്ക് നോക്കാം. അതില് റോഡ് ആംബുലൻസിനെ കുറിച്ചാണ്. റോഡ് ആംബുലൻസിന് വരുന്ന 4 ടൈപ്പാണ്. അതായത് അവരുടെ ആ ഒരു ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ആ ഒരു കെയറിന്റെ ബേസ് ചെയ്തുകൊണ്ട് 4 ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് നോക്കുക, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞത്? പെട്ടെന്ന് ആ ഒരു അപകടം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് ഉടനടി അവർക്ക് സഹായം ലഭ്യമാക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് അല്ലെ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ടൈപ്പ് എ ആംബുലൻസ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന നോർമൽ ടൈപ്പ് ഓഫ് ആംബുലൻസ് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ നോർമൽ ടൈപ്പ് ഓഫ് ആംബുലൻസ് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിൽ വരുന്നതാണ്? നമ്മളിപ്പോ കുറച്ച് ഫങ്ഷണൽ ടൈപ്സ് പഠിച്ചില്ലേ? ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ടൈപ്പ് ഓഫ് ആംബുലൻസ് വരുന്നത്? എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിലെന്താണ്? അങ്ങനെയുള്ള എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ആംബുലൻസ് ആണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ടൈപ്പ് എ എന്ന് പറയുന്നതിൽ വരുന്നത്. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിക്കൽ എമർജൻസി കേസുകളിൽ ഉടനടി ആ പേഷ്യൻസിന് എന്ത് ചെയ്യണം? അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എമർജൻസി ആംബുലൻസുകളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിലുള്ള അതുമായി ബന്ധപ്പെട്ട എമർജൻസി ആംബുലൻസിലുള്ള സ്റ്റാഫുകൾ, അവർ ആ ഓടിക്കുന്ന ആളുകളും അവിടുത്തെ ജീവനക്കാരുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ജോലിക്കാര്, അവരെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ പോലുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് പേഷ്യൻസിന്റെ കണ്ടീഷൻ കുറച്ച് കൂടുതൽ, അപ്പൊ CPR കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഉടനടി ചെയ്യാനും കൂടി പ്രാക്ടീസ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും അതുമായി ബന്ധപ്പെട്ട ജോലിയിൽ നിൽക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ പോലെയുള്ള ആ ഒരു എമർജൻസി ആംബുലൻസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആംബുലൻസ് ടൈപ്പാണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടറിൽ വരുന്നത്. അതായത് നമ്മുടെ നോർമൽ ടൈപ്പ് ഓഫ് ആംബുലൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി ഇവിടെ വന്നിരിക്കുന്ന നോക്കിയേ, ഫോം ആസ് പെർ CMVR, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം ഫോം ചെയ്തിരിക്കുന്നതാണ് ഈ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ടൈപ്പ് എ ആംബുലൻസ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, അവരുടെ ആ ഒരു റൂൾ പ്രകാരം ഫോം ചെയ്തിരിക്കുന്നതാണ് ഈ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു എക്സ്പാൻഡ് ഫോം മാത്രം നോക്കിയാൽ മതി കേട്ടോ. Not able to carry patients who are lying horizontally with face and torso facing up. ഇവിടെ ഈ ഒരു ആംബുലൻസിന് നോട്ട് ഏബിൾ ടു ക്യാരി എന്ന് പറയുന്നത്, അതായത് പേഷ്യൻസിനെ, ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഹു ആർ ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോസോ ഫേസിങ് അപ്പ്. ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖം അല്ലെ. ആ ഒരു ടോസോ എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? നമ്മുടെ ടോസോ നമ്മുടെ ദേഹം, അതായത് ഫേസും നെക്കും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ, ശരീരഭാഗങ്ങളാണ് ടോസോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് അത് സുപ്പൈൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു പൊസിഷൻ, അതായത് ലൈങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോസോ ഫേസിങ് അപ്പ് എന്ന് പറയുന്നത് സുപ്പൈൻ പൊസിഷൻ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുഖവും ദേഹവും ഒക്കെ മുകളിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ തിരശ്ചീനമായിട്ട്, ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ എന്താ? തിരശ്ചീനമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് സുപ്പൈൻ പൊസിഷൻ. അപ്പൊ അതാണ് ലൈങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോർസോ ഫേസിങ് അപ്പ്. അവരുടെ ആ ഒരു കിടക്കുന്ന പേഷ്യൻസ് അവരുടെ ഫേസ്, അവരുടെ ദേഹവും എന്താണ്? മുകളിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ നിവർന്ന്, നമ്മുടെ ആ ഒരു തിരശ്ചീനമായിട്ട് അല്ലെങ്കിൽ വളരെ നിവർന്ന് കിടക്കുന്ന ആ ഒരു രീതി പൊസിഷനാണ് ലൈങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോസോ ഫേസിങ് അപ്പ് എന്ന് പറയുന്നത്. മുകളിലേക്കാണ് അവിടുത്തെ ആ ഒരു മുകളിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിലാണ്. അതുപോലെ തിരിച്ചു കൊണ്ടിടങ്ങുക അല്ലെ, താഴ്ന്ന് കമന്ന് കിടക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ 2 രീതിയിലെ പൊസിഷനാണ് നമ്മൾ
പറഞ്ഞത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന പൊസിഷൻ ഏതാണ്? ആ ഒരു മുഖവും ആ ഒരു മറ്റു ദേഹവും ഒക്കെ എന്താ മുകളിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവരുടെ കൈയും കാലും ഒന്നും അനക്കാതെ അങ്ങനെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ? അതായത് ഒത്തിരി കുറച്ചധികം കെയർ കൂടുതൽ കൊടുക്കേണ്ട പേഷ്യൻസ്, അവരുടെ ബോഡി ഒന്നും അനങ്ങാതെ ചിലപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒന്നും നമുക്ക് ഈ ഒരു മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസുകളെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. നോട്ട് ഏബിൾ ടു ക്യാരി പേഷ്യൻസ് ഹു ആർ ലൈങ് ഹൊറിസോണ്ടലി വിത്ത് ഫേസ് ആൻഡ് ടോസോ ഫേസിംഗ് അപ്പ്. ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായിട്ട് നമ്മുടെ ഫേസും അതുപോലെ തന്നെ ദേഹവും മുകളിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ തിരശ്ചീനമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. അവരുടെ എന്താണ്? അവർക്ക് അവരുടെ ബോഡി എന്ന് എങ്ങനെയാണ് അനങ്ങി അല്ലെങ്കിൽ അനക്കോ അല്ലെങ്കിൽ ഒന്നും അവരുടെ ആ ഒരു പൊസിഷൻ ഒന്നും മാറാൻ പാടില്ല. അവരെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ അനക്കാതെ യാതൊരു രീതിയിലുള്ള ചലനങ്ങളും ഉണ്ടാകാതെ അവരെന്ത് ചെയ്യണം? വേറൊരു ഡിഫിക്കൽറ്റി ഉണ്ടാക്കാത്ത രീതിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെയൊന്നും നമുക്ക് ഈ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടറിൽ എന്ന് പറയുന്ന ആ ഒരു ആംബുലൻസ് വഴി നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻസൈഡ് വെഹിക്കിൾ. ഈ ഒരു വാഹനത്തിനുള്ളിൽ മറ്റ് മെഡിക്കൽ ഫെസിലിറ്റിയും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്കറിയാം എമർജൻസി ആംബുലൻസിൽ എന്താണ്? പെട്ടെന്ന് ആംബുലൻസിൽ വന്നു അതിൽ നമ്മൾ കയറ്റി അതിനുള്ളിൽ വേറെ എന്തെങ്കിലും ഫെസിലിറ്റി കാര്യങ്ങളോ ഉണ്ടാവോ? ഇല്ല. ആ ആളെ എത്രയും പെട്ടെന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു എമർജൻസി ആംബുലൻസുകൾ ഉള്ളത് അല്ലെ? ഇനി ഇൻ കേസ് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ളവർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്റ്റാഫുകൾ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് പോലുള്ളത് ഉടനെ കൊടുക്കാം എന്നല്ലാതെ അതായത് ട്രീറ്റ്മെന്റ് സെന്ററിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് CPR പോലുള്ളവ കൊടുക്കാം എന്നല്ലാതെ മറ്റ് മെഡിക്കൽ ഫെസിലിറ്റി, ഇപ്പൊ ഓക്സിജൻ മാസ്കുകളോ മറ്റ് ഓക്സിജൻ സിലിണ്ടറുകളോ പോലുള്ള മറ്റ് മെഡിക്കൽ ഫെസിലിറ്റി കാര്യങ്ങളോ ഒന്നും ഇതിൽ അവൈലബിൾ ആയിരിക്കില്ല. സാധാരണയുള്ള നോർമൽ ടൈപ്പ് ആയിട്ടുള്ള മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ് ടൈപ്പിൽ ഉണ്ടായിരിക്കില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നോർമൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ്. എമർജൻസി പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം ഫോം ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ എന്താണ്? ലൈൻ ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ തിരശ്ചീനമായിട്ട് നമ്മുടെ മുഖവും നമ്മുടെ ആ ഒരു ദേഹവും മുകളിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ള പേഷ്യൻസ്, അതായത് അവർക്ക് അവരുടെ ബോഡി മൂവ് ചെയ്യാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനൊന്നും നമുക്ക് ഇതിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടേഴ്സോ PP അപ്പാരറ്റസ് പോലുള്ളവയ്ക്ക് ഒന്നും എന്താണ് ഈ ഒരു ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള മെഡിക്കൽ സേവനങ്ങളൊന്നും ഫെസിലിറ്റി ഒന്നും ഈ ഒരു ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കില്ല. അതാണ് ടൈപ്പ് A മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ടൈപ്പ് A ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്പ് B. ടൈപ്പ് ബിയിൽ പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് പഠിച്ചില്ലേ? നമ്മൾ അതിനു മുൻപ് പഠിച്ചില്ലേ? സെക്കൻഡ് വൺ ആയിട്ട് പഠിച്ചില്ലേ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, അപ്പൊ അത് തന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്തിനായിരിക്കും? അപ്പോ നോർമലി ക്രൂഡ് ബൈ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻസ് ദാൻ ദി ക്രൂ ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. ഇതിലെ ക്രൂ എന്ന് പറയുന്ന ആരാ? അവിടുത്തെ ആ ഒരു ജോലിക്കാർ അല്ലെ? ഈ ആംബുലൻസ് എന്ന് പറയുന്ന ആ ഒരു സേവനവുമായി ബന്ധപ്പെട്ട് വരുന്ന ജോലിക്കാരാണ് അവിടുത്തെ ആ ഒരു ക്രൂ എന്ന് പറയുന്നത്. ഇതിൽ എല്ലാവരും ഉൾപ്പെടും അല്ലെ? ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ക്രൂ തന്നെയുണ്ട് ഈ ഒരു ആംബുലൻസ് സർവീസിൽ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ക്രൂവിലുണ്ട് പഠിക്കാനുണ്ട്. അപ്പൊ ആ ക്രൂവിലുള്ള സ്റ്റാഫുകൾ, അപ്പൊ അവിടെ ഉള്ള ആ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജോലിക്കാർ അവരുടെ ആ ഒരു ക്രൂവിലുള്ള ആ ജോലിക്കാരിലുള്ള സ്റ്റാഫുകൾ, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ with lesser qualification than the crew of an emergency ambulance. എമർജൻസി ആംബുലൻസുകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ക്രൂ അല്ലെങ്കിൽ ആ ഒരു ജീവനക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്ക് ആ എമർജൻസി ആംബുലൻസിനുള്ള ആളുകളുടെ അത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കില്ല. ഇതിനും കുറച്ചുകൂടി കുറവായിരിക്കും. കാരണം എന്താണ്? ഇവിടെ നമ്മുടെ പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ? അർജന്റ് ആയിട്ടുള്ള കെയർ ഉള്ള പേഷ്യൻസിനെ അല്ല നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെ? ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അർജന്റ് കെയർ ഉള്ള പേഷ്യൻസിനെയാണോ? അല്ല അല്ലെ? നോൺ അർജന്റ് കെയർ ഉള്ള പേഷ്യൻസിനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻസ് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അതേസമയം എമർജൻസി കേസുകൾ കൈകാര്യം
ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എങ്ങനെയായിരിക്കണം, അവർക്ക് ഇതുപോലെ ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് കുറച്ചും കൂടി അവർക്ക് നോളജ് ഉള്ളവരായിരിക്കണം അങ്ങനെയുള്ള വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസിലുള്ള ആ ഒരു ക്രൂ എന്ന് പറയുന്നത് അവര് എമർജൻസി ആംബുലൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ അത്രയും ക്വാളിഫിക്കേഷൻസ് കുറച്ച് കുറഞ്ഞ ആളുകളായിരിക്കും ഈ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിലുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോക്കിയേ, ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസ് to or from or between places of medical treatment such as hospital. ഇവിടെ എന്തിനാണ് ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഉപയോഗിക്കുന്നത്? ആ ഓരോ പേഷ്യൻസിനെയും അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനും തിരിച്ചവിടെ നിന്ന് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. കിട്ടിയോ? സെക്കൻഡ് ടൈപ്പ് ബി ക്ലിയർ ആയോ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ഓക്കെ, അപ്പൊ ആ രണ്ടെണ്ണം എന്താണ്? ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ? ഒരു എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടാമത്തത് പറഞ്ഞത് എമർജൻസി പർപ്പസിനുമാണ്, അതുപോലെ തന്നെ ഒരു നോർമൽ ടൈപ്പ് ഓഫ് ആംബുലൻസും ആണ്. അപ്പൊ അതിൽ അങ്ങനെ വലിയ രീതിയിലുള്ള മെഡിക്കൽ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ഒത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകളിലുള്ള, അതായത് വളരെ സൂക്ഷ്മമാണെങ്കിൽ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കേസുകളൊക്കെ വരാണെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈപ്പ് എയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ടൈപ്പ് ബിയിലാണെങ്കിൽ അത്രയും അധികം അർജന്റ് കെയർ ഒന്നും വേണ്ടാത്തതായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ടൈപ്പ് ബി ടൈപ്പ് ഓഫ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അതായത് അവർക്ക് ഹോസ്പിറ്റലുകളിലേക്ക് എത്തണം, മെഡിക്കൽ ട്രീറ്റ്മെന്റുകളുടെ ആവശ്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൂടി അവർക്ക് ഒരു അർജന്റ് ആയിട്ടുള്ള കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കില്ല. അവരുടെ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് അവർ കൊണ്ടുപോയി ആക്കാനും വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ടൈപ്പ് ആണ് ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിൽ വരുന്നത്. റോഡ് ആംബുലൻസിന്റെ രണ്ട് ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതില് എമർജൻസി ആംബുലൻസിൽ ഉള്ള സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരുടെ അത്രയും ക്വാളിഫിക്കേഷൻസ് ഈ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിളിന്റെ സ്റ്റാഫുകളിൽ ഉണ്ടായിരിക്കില്ല. എമർജൻസി ആംബുലൻസിലുള്ള സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷൻസിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഈ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കുക. കാരണം ഇവിടെ എമർജൻസി ആയിട്ടല്ല, നോൺ എമർജന്റ് ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആണുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ എന്താ, ആ ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും തിരിച്ച് കൊണ്ടുപോവുകയും മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് യാതൊരുവിധ മറ്റു രീതിയിലുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്രയും ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തവർക്കും കൂടി കുറച്ചും കൂടെ അങ്ങനെയുള്ള സ്റ്റാഫുകളെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ടൈപ്പ് രണ്ട് ടൈപ്പും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3 ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ ആണ് ടൈപ്പ് സി, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, a vehicle designed for efficiency and comfort in the working environment, suitably equipment and suitable staff for the transport and treatment of patients requiring non-invasive airway management or basic monitoring. It is arranged with life support equipments like an oxygen cylinder, BP monitor and stethoscope. അപ്പൊ ഈ ഒരു ടൈപ്പ് സിയിലേക്ക് വന്നപ്പോ ഇത് കുറച്ചും കൂടി ആ ഒരു ആംബുലൻസ് എന്തായി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി ഫെസിലിറ്റീസ് കൂടി. അപ്പൊ അങ്ങനെയുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് സി, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഈ ഒരു ആംബുലൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ എഫിഷ്യൻസി ആൻഡ് കംഫർട്ട് ഇൻ ദ വർക്കിംഗ് എൻവയോൺമെന്റ്. ആ ഒരു വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് കുറച്ചും കൂടി കാര്യക്ഷമമാക്കാനും കംഫർട്ട് ആക്കാനും വേണ്ടിയിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ സജ്ജമാക്കുന്ന രീതിയിൽ ആ പേഷ്യൻസിന് ട്രാൻസ്പോർട്ടേഷനും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആംബുലൻസിൽ എന്തൊക്കെ ഉണ്ടാവും? അവിടെ ഒരു പേഷ്യൻസ് റിക്വയർ നോൺ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ്. എന്താണ് ഒരു നോൺ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ്? ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചതല്ലേ ഇൻവേസീവ്. എന്താണ് ഇൻവേസീവ്? ഇവിടെ നോൺ ഇൻവേസീവ് എന്ന് പറയുന്നത് എന്ത് വെച്ചാ
അതായത് നോൺ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, പേഷ്യൻസിന്റെ ഒക്കെ നമ്മൾ ആ ഒരു മാസ്ക് പോലെയുള്ള കാര്യങ്ങൾ, ഫേസ് മാസ്കിലൂടെ പോലെയുള്ളവയിലൂടെ ഓക്സിജൻ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഫേസ് മാസ്കിലൂടെ മാസ്ക് പോലുള്ള ഒരു ഇത് വെച്ചിട്ട് ഓക്സിജൻ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഇവിടെ നോൺ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡെലിവറി ഓഫ് ഓക്സിജൻ വയ ഫ്രീ ഫേസ് മാസ്ക് ആണ് therefore eliminating the need of an endotracheal artery airway. ഇപ്പൊ നമ്മുടെ എൻഡോട്രക്കിയൽ എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മൂക്കിലൂടെ ട്യൂബുകൾ ഇടും, ആ ഒരു നോസിലൂടെ ട്യൂബുകൾ ഇട്ട് ലങ്സിലേക്ക് എയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയെങ്കിൽ ഉള്ളിലേക്ക് ട്യൂബോ കാര്യങ്ങളോ കൊടുക്കേണ്ടി വരുന്ന പേഷ്യൻസ് അല്ല, മറിച്ച് ഫേസ് മാസ്കുകളിലൂടെ, അങ്ങനെയുള്ള ഫേസ് മാസ്കുകൾ വെച്ചിട്ട് അതിലൂടെ ഓക്സിജൻ ലങ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ് നോൺ ഇൻവേസീവ് എയർവേയിൽ വരുന്ന പേഷ്യൻസ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് അങ്ങനെയുള്ള ഫേസ് മാസ്കുകളിലൂടെ ഓക്സിജൻസ് എന്ത് ചെയ്യണം, ഡെലിവർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബേസിക് മോണിറ്റർ അവരെന്ത് ചെയ്യണം, അടിസ്ഥാനപരമായിട്ട് അവർ ആവശ്യമായിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്താണ് കെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്ന പേഷ്യൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ആ ഒരു കാര്യങ്ങൾ, അതായത് അവരുടെ അടിസ്ഥാനപരമായിട്ട് അവരെ മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാനും അവർക്ക് ഇങ്ങനെയുള്ള നോൺ ഇൻവേസീവ് എയർവേ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫേസ് മാസ്ക് പോലെയുള്ളവരിലൂടെ എന്താണ് നമ്മുടെ ഓക്സിജൻസ് ഒക്കെ ഡെലിവർ ചെയ്യാനായിട്ടും അതിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ആ പേഷ്യൻസിന് ആവശ്യമായി വരുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടുന്ന ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബുലൻസ് സേവനമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഇത്രയും മനസ്സിലാക്കുക, ഈ ഒരു വാഹനം പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഹനമായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും കംഫർട്ടിന്, അവരുടെ ആ ഒരു കംഫർട്ട്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ശരിയായ രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ആംബുലൻസ് സിസ്റ്റമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ആ പേഷ്യൻസിനെ കുറച്ചുകൂടി കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവരെ ബേസിക് ആയിട്ട് മോണിറ്ററിങ് ചെയ്യുക, അവരുടെ അടിസ്ഥാനപരമായിട്ട് അവരുടെ ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള നോൺ ഇൻവേസീവ് എയർവേ മാനേജ്മെന്റ്, അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫേസ് മാസ്കുകളൊക്കെ വെച്ച് അതിലൂടെ അവർക്ക് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു ആംബുലൻസ് സേവനം വഴി ഇതിനുള്ളിൽ കൊടുക്കാൻ പറ്റും. അതിൽ വരുന്നത് എന്താ, ഇറ്റ് അറേഞ്ച്ഡ് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്. ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഏതൊക്കെയാണത്, ഓക്സിജൻ സിലിണ്ടറുകള്, BP മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള BP മോണിറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ് പോലെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? തേർഡ് വൺ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പറഞ്ഞ ഏതാ, അതിൽ എന്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. അതിൽ കുറച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. അപ്പൊ കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസ്, അപ്പൊ കൂടുതൽ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അതിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ഫേസ് മാസ്കുകളിലൂടെ എന്താണ് ആ ഓക്സിജൻ ഡെലിവർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ബേസിക് ആയിട്ട് എന്താണ് അവരെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ അതിൽ എന്തൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടാവും, BP മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള BP മോണിറ്റർ ഉണ്ടാവും, സ്റ്റെതസ്കോപ്പ് പോലെയുള്ള എല്ലാ ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ആ ഒരു വാഹനം പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്, കുറച്ചും കൂടി കൂടുതൽ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ആംബുലൻസ് ടൈപ്പാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? തേർഡ് ടൈപ്പ് സി ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി നെക്സ്റ്റ് വൺ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഫോർത്ത് വൺ ടൈപ്പ് ഡി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതിൽ ഇത്രയും ക്ലിയർ ആയോ? ഇന്നെടുത്ത ഭാഗം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് കണക്ട് ചെയ്ത് ആ ഒരു പേര് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ കിട്ടും കേട്ടോ. വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പോയിന്റ്സ് ഒന്നും വരുന്നില്ല. നിങ്ങൾ അതൊന്ന് ആ പേര് വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഇതൊന്ന് വായിച്ച് ഇത്രയും എടുത്ത് അത്രയും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടാ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.